ആരാധിക്കുന്ന വസ്തുവും വിശ്വാസവും മതവും എന്തോ ആയിക്കോട്ടെ. ഇപ്പോൾ ഇവിടെ മഖ്ദൂം ജീവിച്ചിട്ട് സാമൂതിരിനെ അംഗീകരിച്ചു. എന്തുകൊണ്ട്? സാമൂതിരി ആരാധിക്കുന്ന മറ്റ് പൂജാ വിഗ്രഹങ്ങൾക്കാണ്. പക്ഷെ എന്തുണ്ട്? നേരും നെറിയുണ്ട്, നീതിയും സത്യമുണ്ട്. അത്രേ വേണ്ടുള്ളൂ. മഖ്ദൂം ആരാധിക്കുന്ന അതേ ദൈവത്തിന് സാമൂതിരി ആരാധിക്കണമെന്ന് മഖ്ദൂമിന് വാശിയില്ല. ഈ മഖ്ദൂം സാമൂതിരിക്ക് വേണ്ടി ചെയ്തു കൊടുത്ത സാമൂതിരിയെ ലോകരാജ്യങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന കിതാബ് എഴുതിയിട്ടുണ്ട് ആര്? മഖ്ദൂം തങ്ങൾ. അതേ സമയത്ത് സാമൂതിരി ആരാധിക്കുന്ന അള്ളാഹ്ക്കല്ല. അതായത് ഏകനായ ഒരു ദൈവത്തിന് മാത്രമാണോ സാമൂതിരി ആരാധിക്കുന്നത്? അല്ല, വിഗ്രഹങ്ങൾക്ക് ആരാധിക്കുന്ന ആളാണ് സാമൂതിരി. അതിനെന്താ പ്രശ്നം? അത് അയാൾ വിശ്വാസകാരിയല്ലേ. പക്ഷെ നാട്ടിൽ നീതിയും ധർമ്മവും നടപ്പാക്കണം. ഹിന്ദു മുസ്ലിമും ധർമ്മത്തിൽ ജീവിക്കണം. ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യപ്പെടരുത്, ഒരുത്തനും മുതൽ അപഹരിക്കപ്പെടരുത്, ഒരുത്തൻ ദ്രോഹിക്കപ്പെടരുത്. ഈ വിശ്വാസമുള്ള ആൾ, ധർമ്മബോധമുള്ള ആളാണ് ആര്? സാമൂതിരി. ആ സാമൂതിരി രാജാവായാൽ മഖ്ദൂം നിന്നു കൊടുക്കൂല കൂടെ. എന്തുകൊണ്ട്? ഇയാൾക്ക് എന്തുണ്ട്? ധർമ്മവും നീതി അതല്ലേ ആവശ്യം. മതം എല്ലാവർക്കും ഒന്നാണെന്നൊന്നുമില്ല.